ഹലോ, ഞാൻ ഇന്നപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ കരുതി രാവിലെ ഒരു ഏർലി മോർണിംഗ് സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന്. ഉറക്കമെഴുന്നേറ്റതിൻ്റെ ആ മന്ദതയൊക്കെ ഒന്ന് മാറാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വാ, എന്താ ഫ്രഷ്നെസ്! അങ്ങനെ നേരെ ഞാൻ ഒരു ഷീറ്റ് പേപ്പറും പേനയുമായി നേരെ ഹാളിൽ വന്നിരുന്നു. എന്നും രാവിലെ ഞാൻ നോക്കുന്നത് കറണ്ട് അഫയേഴ്സാണ് കേട്ടോ. തലേ ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ് ഞാൻ എഴുതുന്നത്. തലേന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയൊക്കെ നോട്ടിച്ച് നോക്കിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് പോയിൻറ്റ്സ് എഴുതി വയ്ക്കും. അപ്പോൾ ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് 24 സെപ്റ്റംബറിലെ കറണ്ട് അഫയേഴ്സാണ്. 5 മണി വരെ എനിക്ക് മാക്സിമം ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മോളെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലായിരിക്കും. ഞാനെപ്പോഴും കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് മെയിൻ പോയിൻറ്റ്സ് മാത്രം എഴുതുകയല്ല, അതിൻ്റോടൊപ്പം തന്നെ കണക്റ്റഡ് ഫാക്ട്സും കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനോടൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടെ കിട്ടും. സിവിൽ സർവീസ് എക്സാമുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നതും ഈ പോർഷനിൽ നിന്നാണ്. കറണ്ട് അഫയേഴ്സ് ഞാൻ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ശീലം ഇപ്പോൾ തുടങ്ങിയതൊന്നും അല്ല കേട്ടോ. പണ്ട് മുതൽക്കേ എനിക്ക് കറണ്ട് അഫയേഴ്സ് എഴുതി വയ്ക്കാനും കറണ്ട് അഫയേഴ്സ് അറിയാനും ഒക്കെ അതിയായ ആഗ്രഹമായിരുന്നു. ഇതെൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അച്ഛൻ ഇത് കണക്ക് ന്യൂസ് വായിച്ചിട്ട് കുറിപ്പുകൾ എഴുതുന്ന പതിവുണ്ടായിരുന്നു. എന്നിട്ട് അത് ഞങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ഞാൻ ക്വിസ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിലും എല്ലാ കോമ്പറ്റീഷനിലും മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ചെറിയ സജഷനാണ്. നിങ്ങളിതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ പോയിൻറ്റ്സ് എഴുതുമ്പോൾ താഴെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതണം. ഇവിടെ തന്നെ ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ പുതിയ പ്രസിഡൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീലങ്കയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണെന്നും അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ എഴുതി വയ്ക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ കുറച്ച് കറണ്ട് അഫയേഴ്സേ കാണൂ. ചില ദിവസങ്ങളിൽ ഒരു പേപ്പർ തന്നെ ഫുള്ള് വേണ്ടി വരും. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ എക്സാമിന് ഉപകാരപ്പെടുമെന്ന് മാത്രമല്ല, ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഓരോ അവയർനെസ്സും ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഞാൻ എഴുതിയ കറണ്ട് അഫയേഴ്സ് ഈ പേജിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. ഈ പേപ്പറിൽ എഴുതി ആ പേപ്പർ അങ്ങനെ തന്നെ വെക്കുകയില്ല ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ഡേറ്റിലും എഴുതിയത് ഒരുമിച്ച് ടാഗ് ചെയ്തിട്ട് ഈ ഒരു ടാഗ് എന്ന് പറയുന്നത് ഒരു മന്തിലെ ടാഗാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ അത് പിൻ ചെയ്തിട്ട് ഒറ്റക്കെട്ടാക്കി വെച്ചേക്കും. ജനുവരിയിലെ ഈ കറണ്ട് അഫയേഴ്സ് മാത്രം ഏകദേശം 16 പേജോളം ഉണ്ട്. 16 പേജല്ല, 16 പേപ്പറോളം ഉണ്ട്. പിന്നീട് ഇത് ഞാൻ വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് പോവും. അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടുവാണെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ എഴുതി വയ്ക്കും കേട്ടോ. അങ്ങനെ എഴുതി വെച്ച പോയിൻറ്റ്സാണ് ഇതേ കാണുന്നതൊക്കെ. പിന്നീട് നമ്മൾ സെയിം ടോപ്പിക്ക് തന്നെ നോക്കുമ്പോൾ അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടും. അത് ഞാനിങ്ങനെ കുറിച്ച് അതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കും. അപ്പോൾ ടോട്ടൽ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടുമല്ലോ. കാര്യം ഇപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ്, കറണ്ട് അഫയേഴ്സിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഈ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ടോട്ടൽ കണ്ടോ, ഏകദേശം 16 പേപ്പറോളം ഞാൻ എഴുതിയിട്ടുണ്ട്. എല്ലാ മന്തിലും വേരി ചെയ്യും. ചിലത് 15-ലും 13-ലും ഒക്കെ ഒതുങ്ങും. ഇതുപോലെ ഞാൻ 2022 മുതൽ പ്രിപ്പയർ ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സാണ് ഈ ഫയലുകളിൽ ഇരിക്കുന്നത്. ഇതെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് എൻ്റെ എക്സാമുകളിലെല്ലാം. പിന്നീട് അരമണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് തീർന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ രാവിലത്തെ 1 മണിക്കൂർ ഞാൻ പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.